വിമാനയാത്രാ നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് പ്രവാസി ഫെഡറേഷൻ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളം മുൻകൈയെടുത്ത് നടപ്പാക്കിയിട്ടുള്ള ചില പരിഷ്കാരങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊന്നും പ്രവാസികൾക്ക് വേണ്ടത്ര ഗുണകരമായി ഇനിയും മാറിയിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. 2 വർഷത്തിലൊരിക്കൽ അത് നടക്കുന്നു. ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു. ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെ ഒക്കെ മുൻകൈയുണ്ട്. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളുടെ ഒക്കെ പങ്കാളിത്തമുണ്ട് എങ്കിൽ പോലും ഉദ്ദേശ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നതും കൂടെ ഞാൻ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കട്ടെ. അപ്പൊ ഇപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും സ്ഥിതി എന്ന് പറയുന്നത് വന്നവരെ പോലെ തന്നെയാണ് ഭൂരിപക്ഷത്തിന്റെ. ഗൾഫ് എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മുടെ കുടിയേറ്റം നടന്നിരിക്കുമ്പോൾ, ജോലിക്ക് വേണ്ടിയുള്ള കുടിയേറ്റം നടന്നിരിക്കുന്ന സ്ഥലമാണ് എന്നതുകൊണ്ടാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന മറ്റ് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ കുറച്ചുകൂടെ സെറ്റിൽഡാണ് എന്ന് പറയേണ്ടി വരും. പ്രവാസികളുടെ വിമാനയാത്രാ നിരക്ക് അവരുടെ കുട്ടികളുടെ സ്കൂൾ അവധിക്കാലത്തും ഓണം, റംസാൻ, ക്രിസ്തുമസ് ഉത്സവ സീസണിലും 2 ഇരട്ടിയും 3 ഇരട്ടിയും വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനിക്ക് എതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവാസി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണ നടത്തിയത്. പ്രസിഡന്റ് PV ചിന്നൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വിജയൻ നണിയൂർ, ജില്ലാ സെക്രട്ടറി KV ശശീന്ദ്രൻ, കുഞ്ഞിലത്ത് ലക്ഷ്മണൻ, ബെന്നി സുധൻ നാണിയൂർ തുടങ്ങിയവർ സംസാരിച്ചു.